ലച്ചു ഒരു ദിവസം ഉച്ച കഴിഞ്ഞാണ് ഹരിതയുടെ വീട്ടിലെത്തിയത്. അല്ലൂസിന്റെ കുഞ്ഞിപ്പാത്തുമ്മ ഒറ്റയ്ക്കാണോ വന്നേ? ലച്ചുവിനെ കണ്ടതും ചുറ്റി പിടിച്ചുകൊണ്ട് ഹരിത ചോദിച്ചു. ഒറ്റയ്ക്കാണ്. ഇനി ചിലപ്പോ ഈ ജന്മം ഒടുങ്ങും വരെയും ഒറ്റയ്ക്കാവും. മനസ്സിൽ ഓർത്തതേയുള്ളൂ. പുറമേ ഒരു പുഞ്ചിരിയുടെ സെറ്റിലേക്ക് ഇരുന്ന് ലച്ചു. അടുത്ത് തന്നെ ഹരിതയും വന്നിരുന്നു. ഇത് നിന്റെ ഏട്ടന്റെയും നാത്തുന്റെയും ഗിഫ്റ്റ് ആണെന്ന് പറയാൻ പറഞ്ഞു നിന്റെ അൽത്താഫ് ഏട്ടൻ. ഹരിതയുടെ കയ്യിലേക്ക് ഒരു 2 കവറുകൾ വെച്ച് കൊടുത്തുകൊണ്ട് ലച്ചു പറഞ്ഞു. നിറമേഴിയുടെ അതിലേറെ ആവേശത്തോടെ ഹരിത അത് തുറന്നു നോക്കി. ഒരു മുന്തിലിക്കൽ ലഹങ്ക സെറ്റും ഒരു ഡയമണ്ട് സെറ്റും. എടി, ഇതൊക്കെ ഒരുപാട് കാശായില്ലേ? ഇതൊന്നും വേണ്ടായിരുന്നു. ഈ ഡ്രസ്സ് തന്നെ എന്റെ മനസ്സ് നിറച്ചു. ആ ഗിഫ്റ്റ് നോക്കി കണ്ണു നിറച്ചു ഹരിത. നിന്റെ ഏട്ടൻ സന്തോഷത്തോടെ വാങ്ങി വെച്ചതാണ്. ഇതൊന്നും വാങ്ങാൻ എനിക്ക് പോകാൻ പറ്റിയില്ല. ഉമ്മയായിരിക്കണം കൂടെ പോയത്. നിനക്കിഷ്ടാവോ എന്ന് ഒരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ എനിക്ക് സന്തോഷമായി. നിനക്കിഷ്ടായാലോ എല്ലാം? അതൊക്കെ ഇഷ്ടായി. അല്ല, കല്യാണത്തിന് തിരക്കാണെന്നും പറഞ്ഞ് ഒഴിയേട്ടൻ അറിയില്ല. പക്ഷെ ഞാൻ വരും. ഒരു സഹോദരിയായും കൂട്ടുകാരിയുമായൊക്കെ എനിക്ക് ആളുള്ളത് നീയാണ്. ഞാൻ ഉറപ്പായും വരും. പിന്നെ അല്ലൂസിന്റെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ലടി. ഉമ്മയുടെ കൂടെ ഓരോ കാര്യങ്ങൾക്ക് പോണം, ഷോപ്പും നോക്കണം. പോരാഞ്ഞിട്ടിപ്പോ പുതിയ ഷോപ്പിന്റെ എന്തൊക്കെയോ പണിയെല്ലാമായി തിരക്കിലടി. ഒന്ന് ശരിക്കും കാണാൻ പോലും കിട്ടുന്നില്ല. വീട്ടിൽ വന്നാലും ആ ലാഭമായി ഇരിക്കുന്നത് കാണാം. നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ ലച്ചു? എന്നോട് പറയാത്തതായി അന്നത്തേതിന് ശേഷം ആ സ്ത്രീ വന്നോ വീട്ടിൽ? നിന്റെ കോലം നീ കാണുന്നില്ലേ? എടി പെണ്ണെ, കണ്ണാടിയൊക്കെ വല്ലപ്പോഴൊന്ന് നോക്കണം. വന്നില്ല. അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടുമില്ല. എനിക്ക് ഒരു വിഷമവും ഇല്ല. നിന്റെ കല്യാണത്തിന് ആൾക്ക് വരാൻ പറ്റണേന്ന് എന്നോട് പ്രാർത്ഥന മാത്രമേ ഇടൂ. പിന്നെ എൻ്റെ കോലം, അതിന് വലിയ മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. ലച്ചു ശീലയുടെ ഹരിതയെ നോക്കി. എൻ്റെ വിഷമങ്ങളും മല്ലൂസിനെ ഉമ്മ കൂടുതൽ സമയം പിടിച്ചു വയ്ക്കുന്നതൊന്നും പറഞ്ഞ് ഹരിതയുടെ സന്തോഷം കളയാൻ ലച്ചു തയ്യാറായിരുന്നില്ല. അല്ല, നിന്റെ വിനയൻ എന്ത് പറയുന്നു? ഹരിതയുടെ മുഖത്തേക്ക് നോക്കി വിഷയം മാറ്റി ലച്ചു. പാവാണ് ലച്ചു ആള്. അതുപോലെ തന്നെയാണ് അമ്മയും അച്ഛനും ഒക്കെ. നല്ല സ്നേഹമുള്ള ആളുകളാണ്. പറയുമ്പോൾ അവരോടുള്ള സ്നേഹം അവരുടെ മുഖത്ത് തെളിഞ്ഞു കണ്ടു ലച്ചു. നീ സന്തോഷമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞാൽ മതിയടി. അതുപോലെ സ്നേഹമുള്ള ഭർത്താവിൻ്റെയും വീട്ടുകാരും ഒരു ഭാഗ്യം തന്നെയാണ്. അതൊക്കെ എൻ്റെ ഹരിതയ്ക്ക് ദൈവം അറിഞ്ഞു തന്നു. നീയും അവരോടൊക്കെ നന്നായി പെരുമാറണം കേട്ടോ. അവളുടെ കവിൾ നുള്ളി ലച്ചു. അന്ന് വൈകിട്ടാണ് ലച്ചു പിന്നെ തിരികെ വീട്ടിലേക്ക് വന്നത്. ഷാഹിന, സുറുമയുടെ ഉമ്മ. എന്തൊന്നും മിണ്ടാത്തത്? എൻ്റെ മോന് ഇങ്ങനൊരു പെൺകുട്ടിയല്ല ഞാൻ കൊതിച്ചത്. അന്നും ഇന്നും എന്നും എൻ്റെ മനസ്സിൽ സുറുമി മോള് തന്നെയായിരുന്നു. ഷാഹിനയുടെ കൈ പിടിച്ച് നസീമ പറഞ്ഞു. ഇരുവരും കൂടെ അടുത്തുള്ള ഒരു കൂൾ ബാറിലാണ് വന്നത്. ശരിയാണ്, നമുക്ക് രണ്ടാൾക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളോടും ചോദിച്ചിട്ടുമില്ല. എങ്കിലും സുറുമിക്ക് അല്ലുവിനെ ഇഷ്ടമായിരുന്നു, അത് എനിക്കറിയാം. അതുപോലെ മോനും എൻ്റെ മോളോട് ഇഷ്ടമുണ്ടാകുമെന്ന് ഞാൻ കരുതുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് ഇവിടെ വന്ന ഒരു വിവാഹം, അതും മറ്റൊരു മതത്തിലുള്ള കുട്ടി. പിന്നെ പ്രതീക്ഷ വേണ്ടല്ലോ. അതാണ് ഞങ്ങളും അതേക്കുറിച്ചൊന്നും മിണ്ടാത്തത്. അത് ഞാൻ പറഞ്ഞില്ലേ ഷാഹിന, ഒരബദ്ധം. അതായിരുന്നു ആ വീട്ടിൽ കള്ളൻ കയറുന്നത് കണ്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തതാണ്. ഒടുവിൽ എല്ലാവരും കൂടെ പിടിച്ച് കല്യാണം നടത്തി കൊടുത്തു. അതും ഒരു മച്ചി പെണ്ണിനെ. പറയുമ്പോൾ നസീമിയുടെ മുഖം ലച്ചുവിനോടുള്ള വെറുപ്പിൽ ചുളുങ്ങി. നസീ, അങ്ങനെയൊന്നും പറയാതെ. അല്ല, ഇനിയിപ്പോ അല്ല് സമ്മതിക്കോ? അവർ തമ്മിൽ ഇപ്പോ നല്ല സ്നേഹത്തിലല്ലേ? ഇടയ്ക്കിടെ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹം? എന്ത് സ്നേഹം? പെട്ടുപോയ കുഴിയിൽ നിന്നും തിരികെ കയറാൻ ശ്രമിക്കുകയാണ് എൻ്റെ മോൻ. ഞാനൊന്ന് സുറുമയോട് സംസാരിക്കട്ടെ. ഇപ്പോഴും അവൾക്കുള്ളിൽ അല്ലുമോനുണ്ടോ എന്ന് അറിയണമല്ലോ. ഇപ്പോൾ ഉടനെ വേണ്ട ഷാഹിന. ഏതിനും വീട് പാല് കാച്ച് താമസത്തിന് കയറട്ടെ. എന്നിട്ട് ഞാൻ അല്ലുവിനോടും ആ പെണ്ണിനോടും സംസാരിക്കട്ടെ. കുറച്ച് പണം കൊടുത്താൽ അവള് പോകും. എനിക്കത് ഉറപ്പാണ്. അവള് പോയിട്ട് മതി കുട്ടികളോട് സംസാരിക്കുന്നത്. കുടിലതയോടെ നസീമ ഷാഹിനയോട് പറഞ്ഞു. അത് മതിയെങ്കിൽ അങ്ങനെ. എനിക്ക് ആഗ്രഹമുണ്ട് അവരൊരുമിക്കണമെന്ന്. പക്ഷെ അത് ആ കുട്ടി വേദനിപ്പിച്ചുകൊണ്ടാവരുത് നസീം. പിന്നെ മോന് പൂർണ്ണ സമ്മതവും വേണം. അതൊക്കെ ഞാൻ ശരിയാക്കാം, നസീമ ആഹ്ലാദത്തോടെ പറഞ്ഞു. പിന്നെ ഇരുവരും കൂടെ അൽത്താഫിന്റെ ഷോപ്പിലെത്തുമ്പോൾ സുറുമയും അവനൊപ്പം ഓഫീസ് റൂമിലുണ്ട്. അവളെ അവിടെ കണ്ട് ഇരുവരും അർത്ഥം വെച്ച് പരസ്പരം നോക്കി. ഇതെന്താ രണ്ടാളും കൂടെ എവിടെ പോയതാ എന്നോട് പറയാതെ? സുറുമി ഷാഹിനയുടെ അടുത്തേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു. അതൊന്നുമില്ല മോളെ, ഞങ്ങൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ലൊരു പാലുണ്ടെന്ന് നോക്കി ഇറങ്ങിയതാണ്. അതിനിങ്ങനെ അന്വേഷിച്ച് നടക്കൊന്നും വേണ്ട. എൻ്റെ ഹോസ്പിറ്റലിന് അടുത്തുണ്ട്. നാളെ എനിക്ക് ഓഫാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. എന്താ? സുറുമി പറഞ്ഞതും ആന്റിയുടെ പൊന്നെന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു നസീമ. ഇതൊക്കെ കണ്ടും കേട്ടും വരുന്ന അൽത്താഫിനെ കണ്ണൊന്ന് കലങ്ങി. അവൻ്റെ ഉള്ളിൽ ഒന്നുറക്കെ സംസാരിക്കുകയോ പിണങ്ങുകയോ പോലും ചെയ്യാത്തൊരു പാവം പെണ്ണിന്റെ മുഖം മിഴിപോലെ തെളിഞ്ഞു. ഇതുപോലെ സ്നേഹത്തോടെ എന്തെങ്കിലും ഉമ്മ അവളെ നിന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ എന്ത് സന്തോഷമാകുമായിരുന്നു അവൾക്കും. അതിലേറെ എനിക്കും. അവനും ആ നിമിഷം അവന്റെ കുഞ്ഞിപ്പാത്തുവിനെ കാണാൻ തോന്നി. ശ്വാസം മുട്ടും വിധം വരിഞ്ഞു മുറുകാൻ.
ഈ സ്വന്തം ബന്ധങ്ങളിൽ നിന്നും അവളെ കൊണ്ട് ദൂരെ എവിടെയെങ്കിലും ഓടിപ്പോകാനൊക്കെ തോന്നി. നിറയാൻ വെമ്പുന്ന മിഴികൾ എല്ലാവരിലും മറിച്ചു തന്നെ പ്രസവിച്ചു വളർത്തിയ അമ്മയുടെ മനസ്സിലിരിപ്പ് എന്തെന്നറിയാതെ അൽത്താഫ് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇവരിത് എങ്ങോട്ട് പോയി മോളെ? സംസാരത്തിന് മുന്നിൽ ഇരുന്നവനെ കാണുന്ന നസീമ സുറുമിയോട് ചോദിച്ചു. ഞാനും കണ്ടില്ല ആൻറ്റി, നിങ്ങളുടെ സംസാരം കേട്ടിന് ശ്രദ്ധിച്ചില്ല. ചിലപ്പോൾ സ്റ്റോക്ക് എടുക്കുന്നിടത്ത് പോയി കാണും. ഫോൺ വന്നിരുന്നെന്ന് തോന്നുന്നു. നസീമ മോളി. അപ്പോഴേക്കും വാതിൽ തുറന്ന് അൽത്താഫ് അകത്തേക്ക് വന്നു. ഫോൺ വിളിച്ചിട്ട് ലച്ചു എടുക്കാത്തതിന്റെ വിഷമവും കൂടി ആയപ്പോൾ അവന്റെ കണ്ണും മുഖം കലങ്ങി ചുവന്നിരുന്നു. എവിടെ പോയതാണല്ലോ? ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നീ ഒരു വാക്ക് പോലും പറയാതെ നസീമ ചോദിച്ചു. അപ്പോഴാണ് ആ ചുവന്ന കണ്ണും മുഖവും അവർ കണ്ടത്. പിടഞ്ഞെഴുന്നേറ്റ് അവന്റെ അരികിൽ വന്നു അവർ. എന്താ മോനെ, കണ്ണൊക്കെ ചുവന്നല്ലോ, എന്തു പറ്റിയതാടാ? ഒന്നുമില്ലോമേ, നല്ല തലവേദന. ഞാനിനി വീട്ടിലേക്ക് പോവാം, ഒന്ന് റെസ്റ്റ് എടുക്കണം. അവരുടെ മുഖത്തും പെരുമാറ്റത്തിലുമുള്ള വെപ്രാളവും സങ്കടവും കണ്ടതോടെ മനസ്സിൽ കനപ്പെട്ട വിഷമം അൽത്താഫ് അടക്കി പിടിച്ചു. എന്നാ വയോ, നമുക്ക് വീട്ടിൽ പോവാം. എന്തായാലും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് നന്നായില്ലേ മോളെ? അവർ സുറുമിയെ നോക്കി. അവളും ഫോണിൽ നിന്ന് മുഖം ഉയർത്തി അവരെ നോക്കിയെന്ന് ചിരിച്ചു. വേണ്ടമ്മേ, ഞാൻ പ്രിയത്തിലേക്ക് പോവാണ്. അവിടെ എൻ്റെ കൊച്ചു കുറേ എപ്പോഴും ഒറ്റയ്ക്കാണ്. എത്ര നിയന്ത്രിച്ചിട്ടും അവന്റെ ശബ്ദം പരുക്കനായി. അവൻ്റെ ഉള്ളിൽ ആ നിമിഷം അവന്റെ പ്രിയപ്പെട്ടവളെന്ന് കാണണം, അവൾക്കൊപ്പം ഇരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താ, അവൾക്കൊപ്പം ഇരിക്കണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും വരാൻ വിളിക്കുന്നതാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ ഇനി ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല. നമുക്ക് പോകാം ഷാക്കിന. മോളിപ്പോ വരുന്നുണ്ടോ? ഇല്ല ആൻറ്റി, എനിക്കെന്നാ ഹോസ്പിറ്റലിൽ പോകണം. അത് കഴിഞ്ഞ് ഞാൻ വരും. നിങ്ങൾ പറ്റോ? ഒന്ന് മോളി അൽത്താഫിനെ നോക്കി കണ്ണൻ നിറച്ച് നസീമ ഇറങ്ങിപ്പോയി. അത് അവനെ വല്ലാതെ വേദനിപ്പിക്കുക തന്നെ ചെയ്തു. എന്താണ് മോനെ അൽത്താഫ്, നിന്റെ പാത്തുമ്മയെ കാണാൻ പോകുന്നില്ലേ? ഒരു ചിരിയോടെ സുറുമി ചോദിച്ചതും അവൻ അവളെ കൂർപ്പിച്ച് നോക്കി. അതെ, മോളിപ്പോ ഈ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാ എന്നൊക്കെ എനിക്കറിയാം. അത് മറക്കരുത്. ഏയ്, ഞാനത് മറക്കോ? എന്താടാ എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെ? എങ്ങനെ? അല്ല, ഈ പ്രണയം സപ്പോർട്ട് ചെയ്തോടെ അവിടെ എന്തിനാ ജാതി മതവും നോക്കുന്നത്? നമ്മുടെ സന്തോഷം കണ്ട പോരെ ഇവർക്ക്. സങ്കടത്തിൽ സുറുമി അൽത്താഫിനെ നോക്കി. എല്ലാം ശരിയാകുമടി, നീ വിഷമിക്കാതെ, ഞാൻ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ? അതാണിപ്പോ ആകെയുള്ളൊരു ആശ്വാസം. നിറഞ്ഞു വന്ന കണ്ണുകൾ അൽത്താഫ് കാണാതിരിക്കാൻ സുറുമി മുഖം താഴ്ത്തി. എടി, നീ ഇങ്ങനെ വിഷമിക്കില്ലേ, എല്ലാം നല്ലതായി വരും. അൽത്താഫ് എഴുന്നേറ്റ് വന്ന സെറ്റിയിൽ അവൾക്ക് അരികിലേത്. അവൾ അവരുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു വിങ്ങി പൊട്ടി. എടി, ദാ എന്റെ ഉടുപ്പ് മുഴുവനും കണ്ണുനീരും മൂക്കട്ടയും ആക്കിയോടി. സുറുമിയുടെ കവൾ തട്ടി കളിയാക്കിയ അൽത്താഫ്. എന്നാ ഇതോടെ ഇരിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിന്റെ ഭാഗത്ത് മുഖം ഉരസി. അയ്യേ പോയടി, എന്റെ ഷർട്ട് ചീത്തയാക്കി. എന്റെ ഋഷി ഓർത്തപ്പോ സഹിക്കാൻ പറ്റിയില്ലടാ. എനിക്ക് വേണ്ടിയല്ലേ അവിടെ നല്ല സാലറി കിട്ടുമായിരുന്നിട്ടും ഇവിടെ വന്ന് ഞാൻ ജോലി ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്. അവളൊന്ന് വിങ്ങി. അതൊക്കെ ശരിയാണ്. അവൻ ഇവിടെ ഉണ്ടെന്ന് വീട്ടിൽ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചോ നീ? അറിയാം, പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലടാ. ഉപ്പയും ഉമ്മയും വേദനിപ്പിക്കാനും അവനെ വിട്ടുകളയാനും വയ്യ. എല്ലാരെയും ഒരുമിച്ച് നിർത്താൻ എന്താ ഒരു വഴി? എടി, എന്തായാലും നിങ്ങൾ മാരേജ് രജിസ്റ്റർ ചെയ്തിപ്പോ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ആരെയും നോക്കണ്ടെന്നാ എൻ്റെ അഭിപ്രായം. അതൊക്കെ ഞാനും ആലോചിച്ചു. പക്ഷേ ഋഷിയെ ഉപ്പ എന്തെങ്കിലും ചെയ്യുമോ എന്നോടാ എൻ്റെ പേടി. അവന് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാനുണ്ട് കൂടെ. നിനക്കും അവനും കൂടെ കൂടപ്പിറപ്പായി ഒക്കെ അറിയുമ്പോൾ എൻ്റെ കുഞ്ഞിപ്പാത്തു പാവം എൻ്റെ പെണ്ണിനോട് സമാധാനത്തോടെ ഇതൊക്കെയൊന്ന് പറയാൻ പോലും നേരം കിട്ടുന്നില്ല. ഇനി ഇരുന്നാലേ ഇന്ന് ഞാൻ വീടെത്തുമ്പോൾ പാതിരാവാകും. അവൾ കരികിൽ നിന്നും എഴുന്നേറ്റ് ലാപ്ടോപ്പ് അടച്ച് ബാഗിൽ വെച്ചു അവൻ പോകാൻ ഇറങ്ങി. കൂടെ അവളും. സുറുമിയെ ഹോസ്പിറ്റലിൽ ഇറക്കി റേഷ്യയും കണ്ടിട്ടാണ് അൽത്താഫ് ചെമ്പോത്തെത്തിയത്. എന്തിനാ വന്നത്? നിനക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാതെ പറഞ്ഞതല്ലേ? അതും ഷാഹിനെയും സുറുമിയും കേട്ടു നിൽക്കെ. കുഞ്ഞി പിള്ളേരെ പോലെ നസീമ പറയുന്ന കേൾക്കെ അൽത്താഫിന് ചിരി വന്നു. അങ്ങനെയാണോ ഉമ്മി ഞാൻ പറഞ്ഞത്? കുറേയായില്ലേ ഞാൻ എൻ്റെ പെണ്ണെ നേരച്ചുവെന്ന് കണ്ടിട്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. എല്ലാ ദിവസവും രാത്രി നീ വീട്ടിലേക്കല്ലേ പോകുന്നത്? മുൻപ് ഞാൻ ദുബൈയിലായിരുന്നപ്പോൾ നിന്റെ ബാപ്പിയും ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ച് ഞാൻ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളെ നിലക്കി നിർത്തണം, ഇല്ലെങ്കിൽ ഒടുവിൽ നിന്റെ കയ്യിൽ നിലക്കില്ല. ചൊല്ലുവിളി ഇല്ലാത്ത പെണ്ണാണ്. അതിന് ലച്ചുമോൾ പരാതി പറഞ്ഞെന്ന് അല്ലുമോ നിന്നോട് പറഞ്ഞോ നസി? ഇതൊക്കെ കേട്ടിരുന്ന ഇബ്രാഹിം അൽത്താഫ് എന്തെങ്കിലും പറയും മുൻപ് ഒച്ചയെടുത്ത് ചോദിച്ചു. അതൊന്നും ഇല്ല ബാബ, ഞാൻ എന്തൊക്കെ ഓർത്ത് പറഞ്ഞതാണ്. അവർക്കും ആ സംസാരം അവസാനിപ്പിച്ചാൽ മതിയെന്നായി. കൂടുതൽ പറഞ്ഞാൽ തന്റെ മനസ്സിലിരിപ്പ് ആരെങ്കിലും കണ്ടുപിടിച്ചാലോ എന്നവർ ഭയന്നു പോയി. അക്ബർ എന്നെത്തും നസീ. ആയിഷമ്മയും അൽത്താഫിന് ചായ ഇട്ട് കൊണ്ടു കൊടുത്തിട്ട് അവർക്കരികിലിരുന്നു. മറ്റന്നാൾ വെളുപ്പിനെത്തും, നീ വരില്ലേ ബാബയെ കൂട്ടാൻ? അൽത്താഫിനോട് നസീമ ചോദിച്ചു. ഇതെന്ത് ചോദ്യമാ? ഞാൻ വരാതെ പിന്നെ? അല്ല, നിന്റെ ഭാര്യ തനിച്ചാണെന്നും പറഞ്ഞു വരാതെ ഇരുന്നാലോ, അതാ ചോദിച്ചേ. അവർ പറയുന്ന കേൾക്കെ അൽത്താഫിന്റെ മുഖം വാടിപ്പോയി. അതൊക്കെ പോട്ടെ, നേരം ഒരുപാടായി. നീ പോകുന്നില്ല മോനെ? ഇതാ പോകുന്നു പൂപ്പ.
എഴുന്നേറ്റ് അയാൾക്ക് അരികിൽ വന്ന് കെട്ടിപ്പിടിച്ചു അവൻ. പോയിട്ട് വാ, പതിയെ പോണം. ലക്ഷ്യമോളെ ഉപ്പ അന്വേഷിച്ചെന്ന് പറയണം. 2-3 ദിവസമായി കൊച്ചിന് ശബ്ദമെങ്കിലൊന്ന് കേട്ടിട്ട്. അയാൾ പറഞ്ഞതും അൽത്താഫ് യാത്ര പറഞ്ഞിറങ്ങി. ഇതൊക്കെ കേട്ടു നിന്ന നസീമയുടെ മുഖം പുച്ഛത്തിൽ കോടിയെങ്കിൽ ഐഷമ്മയ്ക്ക് അവിടെ നിന്ന് കാണാൻ തോന്നി. വീട്ടിലേക്കുള്ള യാത്രയിൽ ഉടനീളം അൽത്താഫ് അവന്റെ കുഞ്ഞിപ്പാത്തിന്റെ മതിരിക്കുന്ന ഓർമ്മകളിലായിരുന്നു. കുറച്ചേറെ ദിവസമായി ശരിക്കുമൊന്ന് കണ്ടിട്ടില്ല, കൂടെ ഇരിക്കുന്നില്ല. എക്സാം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എവിടേക്കോ പോകണമെന്നൊക്കെ ആലോചിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പൊ എല്ലാം താളം തെറ്റും. ബാപ്പി വരും വരെ ഇത് ഇങ്ങനെ പറ്റും. അതുവരെ എന്റെ പാത്തുമ ഒന്ന് പിടിച്ചു നിൽക്കണം. നിന്റെ അല്ലൂസിന് വേണ്ടി ഓരോന്നും ഓർത്ത് സ്വയം ന്യായം കണ്ടെത്തിയും അവൻ പ്രിയം ലക്ഷ്യമാക്കി കാർ ഓടിച്ചു. എന്താ ആദ്യേട്ടാ നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങനെ തിന്നും കുടിച്ചും ഇവിടെ സുഖവാസമാകാമെന്ന ആ അനുപമ പറയുന്നത് കേട്ടില്ലേ? നമ്മൾ ചിലവിനും കൊടുക്കാതെ സുഖിച്ച് കഴിയുകയാണെന്നാണ്. എന്തെങ്കിലും ഒരു ജോലി എത്രയും വേണമെന്ന് കണ്ടുപിടിക്കുക. എനിക്ക് ഇനിയും വയ്യ ഇങ്ങനെ നാണം കിട്ടിയോടെ കഴിയാൻ. എടി, നീ ഇത്രയ്ക്ക് കിടന്ന് തിളയ്ക്കാൻ എന്റെ മുഴുവനും പണവും നിന്റെ അച്ഛന്റെ കയ്യിലല്ലേ? അത് ബാങ്കിൽ ഇട്ടിരുന്നേൽ അതിന്റെ പലിശ മതി ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കാൻ. ആദ്യത്തിൽ മായ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പറഞ്ഞു. പിന്നെ എന്റെ അച്ഛനത് നിങ്ങൾക്ക് തിരികെ തരും. ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. എന്നാ പിന്നെ എന്തിനാടി ആ തറവാടിന്റെ ഷെയറും കൂടെ വാങ്ങിച്ച് അയാൾ വിഴുങ്ങിയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാവരുടെയും വയലിനും കേൾക്കേണ്ടി വരുന്നത്. പണമെല്ലാം കൂടെ ഇത് എന്നും പറഞ്ഞ് മായ വീട്ടുകാർക്ക് കൊടുത്തു. ഇപ്പൊ അവിടെയാണ് താമസം. അതിന് മുറുമുറുപ്പ് തുടങ്ങി. അതാണിപ്പോ പ്രശ്നം. അല്ലെങ്കിൽ തന്നെ അവൾ പറയുന്നത് നീ എന്തിനാ കേൾക്കുന്നത്? അവൾ ആരെ ഇതൊക്കെ പറയാ? നീ അമ്മയോട് പറ, മരുമോളെ നിലയ്ക്ക് നിർത്താൻ. ആദ്യത്തിൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഭാര്യയും ഭർത്താവും കേൾക്കാൻ പറയാം. നിങ്ങളുടെ തറവാട്ടിൽ വിവാഹം കഴിപ്പിച്ചു വിടാത്ത നിങ്ങളുടെ പെങ്ങളെയും അമ്മയും നേരെ ചെവയെ നോക്കാൻ നിങ്ങൾക്ക് വയ്യായിരുന്നു. ഭാര്യയ്ക്ക് ജോലിക്കാരിയാക്കിയാണ് ആ 2 ജന്മങ്ങളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയത്. അത് മാത്രം സ്വന്തം അനിയത്തിയുടെ റൂമിലേക്ക് ഒരു ആഭാസന് കയറാൻ സൗകര്യം ചെയ്തിട്ട് ഭാര്യ വീട്ടിൽ വന്ന് നിന്ന തന്നെയൊക്കെ തീറ്റി പറയാൻ എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ അച്ഛന് പണം കൊടുത്തെങ്കിൽ ചിലവിനുള്ള കാശ് അച്ഛനോട് വാങ്ങിച്ച് എന്റെ കയ്യിൽ തരണം. അല്ലാതെ പച്ചവെള്ളം പോലും ഇന്നു മുതൽ ഇവിടുന്ന് കിട്ടുമെന്ന് 2 ആളും കരുതണ്ട. അനുപമ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വല്ല ആവശ്യമുണ്ടായിരുന്നോ? നിങ്ങള് അവൾക്ക് എന്തെങ്കിലും പറയട്ടെ എന്ന് കരുതി ഇരുന്നാ പോരായിരുന്നു. ഇനിയിപ്പോ കാശ് ഇവിടുന്ന് കൊടുക്കും. അച്ഛന്റെ കയ്യിലൊന്നുമില്ല, അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് ശോഭ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. അവിടെയും അവസ്ഥയും പരുങ്ങല്ലായിരുന്നു. പുതിയ വീട് നിനക്ക് ഇഷ്ടായോ നികി? നിഖിലേയും ചേർത്ത് പിടിച്ച് അഭിജിത്ത് ചോദിച്ചു. തറവാട്ടിൽ നിന്നും കിട്ടിയതും ഷോപ്പിലെ ഷെയറുമൊക്കെ കൊണ്ട് വീടും കുഞ്ഞൊരു ഷോപ്പും വാങ്ങിച്ച് അതൊക്കെ കാണാൻ വന്നതാണ് നിഖില. ഇനിയിപ്പോ ഒരു സ്റ്റാഫ് വേണം. അതിന് ഒരാളെ കണ്ടുപിടിക്കണം. അതെന്തിനാ അഭിയേട്ടാ വേറെ സ്റ്റാഫ്? ഇതൊരു ചെറിയ ഷോപ്പല്ലേ? ആണെങ്കിലും എനിക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ ഷോപ്പ് അടച്ചിട്ടിട്ട് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ എത്താം. അതാക്കുമ്പോൾ വലിയ സാലറി ഒന്നും കൊടുക്കണ്ടല്ലോ. നിഖിലയുടെ കവളിൽ മുത്തി അഭി പറഞ്ഞു. നിഖില മോളി, നമുക്കുടനെ ഇങ്ങോട്ട് മാറണം കേട്ടോ. നിക്കി, നിന്റെ വീട്ടിൽ എനിക്കിപ്പോൾ ആകെ ഒരു ശ്വാസം മുട്ടൽ പോലെ ആയിട്ടുണ്ട്. അതെന്താ അഭിയേട്ടന് അവിടെ ഒരു കുറവുമില്ലല്ലോ? നിങ്ങളെ ചേട്ടനോട് ആ മായയുടെ വീട്ടുകാർ ചെയ്തതുപോലെയൊന്നും നമ്മളോട് എൻ്റെ വീട്ടുകാർ ചെയ്തിട്ടുമില്ല. അതൊക്കെ ശരിയാ. എന്നാലും വേണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. ഒരു കാര്യം പറഞ്ഞോ അഭിയേട്ടാ? എന്താണ് അത്? അഭിയേട്ടനിപ്പോ ആ അഖിലേഷിന്റെ ഷോപ്പിലും ബാറിലും ഒക്കെയാണ് ജോലി ചെയ്തത്. മായയും കുഞ്ഞും ആദ്യേട്ടനും കൂടെ അയാളൊരു വീടും കൊടുത്തെന്ന് താമസിക്കാൻ. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ മായ അങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പ പറഞ്ഞതാണ്. കൊള്ളാം, നല്ല ആളിന്റെ കൂടെയാണ് കൂട്ട്. അമ്മയും പെങ്കിലും തിരിച്ചറിയാത്തവനാണ് ആ അഖിലേഷ്. ഇതൊക്കെ മായയ്ക്ക് അറിയാലോ. അവര് ബന്ധുക്കളാണ്. പോരതെ മുൻപ് ഈ അഖിലേഷ് എപ്പോഴും മായയുടെ വീട്ടിൽ തന്നെയായിരുന്നല്ലോ. എന്തെങ്കിലും ആവട്ടെ, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വരാതിരുന്നാൽ മതി. അഭിജിത്തിന് അതായിരുന്നു വേണ്ടിയിരുന്നത്. പണത്തിന് വരരുത്. അവിടെ സഹോദരനോ അമ്മയോ ആരും വേണ്ട, പണം മാത്രം മതി. ആ കാര്യത്തിൽ നിഖിലയും വ്യത്യസ്തമല്ല. കാറിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തുറക്കുമ്പോൾ അൽത്താഫ് കണ്ടു ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന വീട്. ഇത് എന്തു പറ്റി? ലൈറ്റൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഇനി പാത്തൂന് എന്തെങ്കിലും വയ്യാക്കിയാവോ? നേരത്തെ 2 തവണ വിളിച്ചിട്ടും എടുത്തതും ഇല്ലല്ലോ. ഓരോന്നോർത്ത് വേവലാതയുടെ ബെല്ലടിച്ച് തുറക്കാത്തത് കണ്ട് വീണ്ടും ഫോൺ വിളിച്ചു നോക്കി. അതിന് മറുപടിയില്ല. അവനാകെ ദേഷ്യം വന്നിരുന്നു. വാതിൽ മുട്ടി വിളിച്ചിട്ടും എന്നിട്ട് യാതൊരു അനക്കവുമില്ല. പിന്നെയും നോക്കുമ്പോഴാണ് ഡോർ അകത്തുനിന്നും ലോക്ക് ചെയ്ത് എന്ന് മനസ്സിലായത്. അവൻ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന പേർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു അകത്തേക്ക് കയറി. അതിൽ ലൈറ്റിട്ടു. ലച്ചുവിന്റെ ഫോൺ സെറ്റിൽ കിടപ്പുണ്ട്. അടുത്ത് തന്നെ ഒരു സ്കാർഫും. അവൻ പെട്ടെന്ന് റൂമിലേക്ക് ചെന്ന് ബെഡിൽ ഒരേ ഒരു അറ്റത്ത് ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. അവൻ ദേഷ്യത്തോടെ അടുത്തേക്ക് ചെന്ന് വിളിക്കുന്നതിന് പകരം ഫോൺ അവൾക്ക് അടുത്തേക്ക് ഇട്ടിട്ട് കൈത്തണ്ടയിൽ ആഞ്ഞൊരടി അടിച്ചു. ലച്ചു വേദനയോടെ ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു. ഒന്ന് വേയിച്ച് വീഴാൻ പോയെങ്കിലും അൽത്താഫ് അവളുടെ കൈമുട്ടിൽ പിടിച്ച് വീഴാതെ നിർത്തി. മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാനായി ഇറങ്ങി തിരിച്ചിരിക്കുവാനോടി നീയെ? ഞാനെന്താ ചെയ്തത്? ലച്ചുവിന് മനസ്സിലായില്ല. പക്ഷേ തന്റെ ഫോണിൽ വന്ന ഫോട്ടോകൾ മിഴിവോടെ ഉള്ളിൽ തെളിഞ്ഞതും
അവൾ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് പിടിച്ചു വച്ചിരുന്ന അവൻ്റെ കൈ തട്ടി മാറ്റി. ആ നിമിഷം എന്തുകൊണ്ട് പൂച്ചക്കുഞ്ഞിനെ പോലെ പാവമായ തൻ്റെ പെണ്ണ് ദേഷ്യത്തോടെ കൈ തട്ടി മാറ്റിയെന്ന് ചിന്തിക്കാതെ അവളുടെ മുഖത്തേക്ക് കൈവീശി അടിച്ചു അൽത്താഫ്. കവളിൽ പതിച്ച അടിയിലേച്ചു നിലത്തേക്ക് വീണുപോയി. എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നിന്നെയൊക്കെ എടുത്ത് തറയിൽ വെച്ച് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നടന്നതിന് എന്നെ തല്ലണം. വീട്ടിൽ മുഖം ചേർത്ത് നിലത്തിരുന്ന ലച്ചു കേൾക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അൽത്താഫ്.